എല്ലാവർക്കും ഒരു നല്ല 2026 ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പുതുവത്സര ആശംസകൾ. ഇപ്പോൾ ശബരിമലയിലെ കൊള്ളയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിയിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോൾ SITയുടെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വരുമ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ കൂടുകയാണ്. വളരെ കൂടുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഉള്ളത് തന്നെ, പക്ഷേ അത് എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല. ഈ അന്വേഷണ സംഘം പോലും ആദ്യമൊക്കെ മനസ്സിലാക്കിയതെന്ന് പറയുന്നത്, ആദ്യം അവിടെ ദ്വാരപാലകരുടെ ആ പാളികൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതാണ് പിന്നെ കട്ടളപ്പാളികളുടെ വന്നത്. ഈ കട്ടളപ്പാളികളെന്ന് പറയുമ്പോൾ എന്താണെന്നറിയുക, അതിന് യഥാർത്ഥത്തിൽ അത് മുഴുവനായിട്ട്, അതായത് കട്ടളപ്പാളി എന്ന് പറയുന്ന ആ താഴെയുള്ള പടി മാത്രമൊന്നുമല്ല, അത് മുഴുവനായിട്ട് പറയുമ്പോൾ അതിന് പ്രഭാമണ്ഡലം എന്ന് പറയും. ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്, പ്രഭാമണ്ഡലം കൊള്ളയടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാമണ്ഡലം എന്ന് പറയും. ആ പ്രഭാമണ്ഡലം അത് മാത്രമല്ല, ഈ കട്ടളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളിരൂപം, ഇതുൾപ്പെടെ അതൊക്കെ നല്ല സ്വർണം പൊതിഞ്ഞിരുന്നതാണ്. അതുൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വെളിയിലേക്ക് വരുന്ന വാർത്ത. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ മുക്കച്ചക്രത്തിൻ്റെ സ്വർണം ഉരുക്കിയത് ഇനി കൊടുത്തു, ഉരുക്ക് കൂലിയെടുത്ത് അത് എടുത്തു പോയത് കൊണ്ടും അത് വലിയ സങ്കടം വന്നു, അതുകൊണ്ട് ഞാൻ അതിന് പകരം 10 പവൻ്റെ മാല കൊടുത്തു എന്നൊക്കെ പറയുന്നവന്മാരൊക്കെ ഇപ്പോൾ അകത്ത് കിടക്കുകയാണല്ലോ. ഇത് മാത്രമൊന്നും അല്ലിത്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ SIT പോലും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല അവർ, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്വർണത്തിന് വേണ്ടി മാത്രമുള്ളൊരു കൊള്ളയല്ലിത്. അത് ഞാൻ ആദ്യം മുതലേ പറയുന്നു. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞതാണ്, ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത് ഈ കട്ടളപ്പാളി മാത്രമല്ല, പ്രഭാമണ്ഡലം ആകെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇത് വിറ്റ് കാണും, എത്രായിരം കോടികൾക്ക് ഇത് വിറ്റ് കാണും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്നുള്ള ചെറിയ സ്വർണ്ണം ഉരുക്കിയെടുക്കുന്നതൊന്നും അല്ല ഇവരുടെ ആവശ്യം. അതുപോലുള്ള പണികളാണ് ഈ ചെയ്തു വച്ചേക്കുന്നത്. അപ്പോൾ പ്രഭാമണ്ഡലം ആകെ, അതിന് മേളിലുള്ള ശിവരൂപം, വ്യാളിരൂപം, ഇതെല്ലാം കൊള്ളയടിച്ചു. ഇത് മുഴുവൻ അത് ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ തമാശയായിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പാവം അയ്യപ്പനുണ്ടല്ലോ, അയ്യപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്നത്, അതുപോലും ഇനി ഉള്ളതാണോ, ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനാണോ അതോ ഒറിജിനൽ അയ്യപ്പനാണോ? അവിടെ ഏതിരുന്നാലും ശരി, അയ്യപ്പൻ എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത്, അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് രൂപം ഭാവമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അത് ഒരു രൂപമായിട്ടുണ്ടാക്കി വെച്ചാണ് ഒരു വിഗ്രഹം. ആ വിഗ്രഹം പോലും ഇതുപോലെ കൊള്ളയടിച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത്, കാരണം അതിൻ്റെ ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്നത് ഡിവൈൻ വാല്യൂ അത്ര വലുതാണ് എന്ന് പോലും നമുക്ക് സംശയിക്കണം. മാത്രമല്ല, ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ഉണ്ടല്ലോ, ആ മേൽക്കൂരയെ സ്വർണം പൊതിയാനായിട്ട് തന്നെ വളരെ വലിയൊരു ക്വാണ്ടിറ്റി സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്വർണം അതിൻ്റെ മേൽക്കൂര പോലും പൊളിച്ചു കാണും എന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്, സംശയിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ആ സംശയം ബലപ്പെടുകയാണ്. അതായത് ഈ പ്രഭാമണ്ഡലം ആകെ കൊള്ളയടിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഈ മേൽക്കൂര പോലും, അതിൻ്റെ സ്വർണ്ണം എവിടെയൊക്കെ ഉണ്ടോ അത് ഇവന്മാർക്കറിയാം, അത് ഇളക്കിയെടുത്ത് കാണും, എടുത്തുകൊണ്ട് പോകും. പിന്നെ അത് മാത്രമല്ല, സ്വർണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കൊള്ളയല്ലത് നടത്തിയേക്കുന്നത്. ഇത് ഉരുക്കിയതും പൊരിച്ചതും ഒന്നുമല്ല. ഇത് ഉരുക്കിയതെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം വളരെ നല്ലൊരു, ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യത്തില്ല, സ്വർണം എവിടെങ്കിലും പൂശിയ ഒരു സാധനം ഞങ്ങൾ തൊടത്തില്ല, സ്വർണ്ണം ഇളക്കിയെടുത്ത സാധനം ഞങ്ങൾ തൊടത്തില്ല, ഞങ്ങൾ ശുദ്ധമായ ചെമ്പ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ടല്ലോ, പങ്കജ് ഭണ്ഡാരി, ഇപ്പം അവിടാണ് ഇത് മുഴുവൻ ഉരുക്കിയേക്കുന്നത് എന്നാണ് ഇപ്പോൾ തെളിവ് വന്നേക്കുന്നത്. പക്ഷേ ഞാനതും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഉരുക്കി ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും അവിടുന്ന് അയ്യപ്പ സന്നിധിയിൽ നിന്ന് എടുത്തേക്കുന്ന ഈ സാധനങ്ങൾ മുഴുവൻ ഇതേപോലെ വലിയ തുകയ്ക്ക് വിറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അത് കണ്ടെടുക്കണം. കണ്ടെടുത്താലും കണ്ടെടുത്തില്ലെങ്കിലും ശരി, അതല്ല, കാരണം കൊള്ള നടന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് അവിടെ നടന്നേക്കുന്നത്. ഇപ്പം എന്താ, ഇപ്പം കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ്. ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു കടകംപള്ളി. പക്ഷേ കടകംപള്ളി അറസ്റ്റ് ചെയ്യുമല്ലോ എന്നുള്ളതൊന്നും അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കസ്റ്റഡിയിലാവും എന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ആസ്തികളും അതുപോലെ ചിലവാക്കിയ പണത്തെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഏതാണ്ട് വിവരങ്ങൾ വെളിവരുന്നത്, ഒരു വളരെയധികം വിദേശ യാത്രകൾ കടകംപള്ളി നടത്തി എന്നുള്ളതിനെക്കുറിച്ച് വാർത്ത വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ഇനി വരികയും ചെയ്യും.
ചിലപ്പോൾ ടൂറിസം മന്ത്രിയൊക്കെ ആയിരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ യാത്ര നടത്തിയേക്കുന്നത്. അത് ഏഹ്, സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരൊന്നും യാത്ര ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ യാത്ര ചെയ്യുന്ന മണ്ടന്മാരെന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ ഉള്ളൂ. കാരണം അത് ഞാൻ ആ ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല. എനിക്ക് ഈ യാത്ര ഇഷ്ടമാണ്, ഞാൻ കാണാൻ ഇഷ്ടമാണ്, ഞാൻ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ഇവരാരും അങ്ങനെ യാത്ര ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഒരുപാട് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വെളിയിൽ വരുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ വ്യാപ്തി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം ഇവിടം കൊണ്ടൊന്നും നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ശബരിമലയിൽ ഒരു സ്വർണ്ണക്കൊള്ള എന്നുള്ളതിന് പരം ഇത് പല ക്ഷേത്രങ്ങളിലെയും, നമ്മുടെ കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിലെയും ആൻറ്റിക്കായിട്ടുള്ള പ്രോപ്പർട്ടീസ് അതുപോലെ ഇതെല്ലാം കടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ള അന്വേഷണം വേണ്ടി വരും. ഏതായാലും ശരി, ഇതിൻ്റെ പുറയിലുള്ളവരെല്ലാം അയ്യപ്പൻ തന്നെ പിടിച്ചുകൊണ്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. SIT കൊണ്ട് എന്തുമാത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു 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 ബാലികേറ മല പോലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് അറിയാം, ഈ സ്വർണ്ണക്കൊള്ള, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത് ഏതാണ്ട് അവരുടെ വകയാണെന്നാണെന്നല്ലോ വെപ്പ്. ഒന്നുമല്ല എങ്കിൽ പോലും. പക്ഷേ ഇത് എന്താണ് അവരിങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം നമുക്ക് വരും. കാരണം ഇത് EDയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ കേസ് ഒതുക്കുക എന്നുള്ളത്, ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ കാലത്ത് യഥാർത്ഥ CPMൻ്റെ ഒരു അനിവാര്യതയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ED വേണം എന്ന് മാത്രം അവർ പറയും, അല്ലാതെ BJP. അതല്ലാതെ ബാക്കി ഇതിനെ അപലപിക്കാനോ ഇതിനെക്കുറിച്ചൊന്നും പറയാനോ പ്രതികരിക്കാനോ അവർ തയ്യാറാവുന്നില്ല. നമ്മൾ നോക്കണം. അത് സുരേന്ദ്രനെ കണ്ട ആദ്യം ഏതാണ്ട് പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചിന്തിക്കണം, മനസ്സിലാക്കണം ജനങ്ങൾ. പക്ഷേ ഇത് ഏത് കോടതി ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇവർ കുടുങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ല, അതും അല്ലെങ്കിൽ ഇവർ ജയിലിലായോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. പക്ഷേ ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊന്ന് തിരിച്ചറിയണം. ഇപ്പം ഇതിൽ വിരളി പൂണ്ടാണ് ഇത് പിടിച്ച് പതുക്കെ ഞങ്ങൾ മാത്രമല്ല ഇതിനകത്ത് കോൺഗ്രസ്സുകാരുമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും അതോടൊപ്പം ഈ ഗോവർദ്ധനും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ നിൽക്കുന്ന ഒരു പടം ഒക്കെ എടുത്തു വെച്ചിട്ട് എന്തിനവിടെ പോയി കണ്ടു, എങ്ങനെ കണ്ടു, എന്ത് കണ്ടു, ഇതൊക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇനി അടൂർ പ്രകാശിനെ ഇതിന് ചോദ്യം ചെയ്യണമെന്ന് SITക്ക് അതൊക്കെ വേണ്ടി വരും. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാകുമ്പോൾ അതൊക്കെ അവർക്ക് ആവശ്യം വരും. അടൂർ പ്രകാശിനെയും കൂടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പറയും, കടകംപള്ളി ചോദ്യം ചെയ്തു, അതുപോലെ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തില്ലേ എന്ന് പറയാം. അപ്പോൾ ആ രീതിയിലേക്ക് കോൺഗ്രസിനെയും കൂടെ ഇതിനകത്ത് വലിച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല ഈ കൊള്ളയടിയുടെ പുറയിലുള്ളത്, കോൺഗ്രസ്സുകാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് വരുത്താനായിരിക്കും. ആര് കൊള്ളയടിച്ചാലും ശരി, കൊള്ള തന്നെയാണ്, അതാരൊക്കെ ആയാലും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് അയ്യപ്പൻ്റെ മുതൽ കൊള്ളയടിച്ചവരെ പിടിച്ചുകൊണ്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.